പറവൂർ വഴിക്കുളങ്ങര PYA വായനശാലയിൽ റിപ്പബ്ലിക് ദിന സദസ്സ് നടത്തി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് ഭരണസമിതി അംഗം VS സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. അരുൺകുമാർ തെക്കുംതല രചിച്ച 2 പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. രാവണൻ എന്ന നോവൽ P. പ്രതാപനും അധീന എന്ന നോവൽ PG രാമചന്ദ്രനുമാണ് പരിചയപ്പെടുത്തിയത്. രാവണൻ ആ പേരിൽ തന്നെയുണ്ട് ഒരു ഗാംഭീര്യം. ആരെയും കൂസാത്ത, എല്ലാവരും ഭയപ്പെടുന്ന 10 തലകളും 20 കൈകളുമുള്ള ഒരു ഭീകരൻ. അവൻ രാക്ഷസനും കൊടിയവനുമാണത്രേ. കേട്ടുപഴകിയ ഈ മുഷിപ്പൻ ചിന്തകൾക്ക് അല്പനേരമെങ്കിലും നമുക്ക് വിട പറയാം. സത്യത്തിൽ ആരായിരുന്നിരിക്കാം രാവണൻ? വലിയവനും ചെറിയവനും മേലാളിനും കീഴാളിനും ഇങ്ങനെ പല തട്ടുകളുണ്ട് നമ്മുടെ സമൂഹത്തിന്. ഒരുപക്ഷെ അതിൻ്റെ ഇരയായി തീർന്നവനായിരുന്നു രാമൻ. അതോ ചർമ്മം ഇരുണ്ടതാണ് എന്ന കാരണത്താൽ അവനെ രാക്ഷസൻ എന്നും മുദ്ര കുത്തിയതാണ് അന്നത്തെ ഉന്നത കുലത്തിന് സ്വയം അഹങ്കരിക്കുന്നവർ എഴുതുന്നതാണ് ചരിത്രം. അതിൽ സത്യവും മിഥ്യയും അലങ്കാരവും അതിമാനുഷികതയും കലർന്നിരിക്കുന്നു. അത്തരത്തിൽ അവനെ വെറുക്കപ്പെട്ടവനായി ചിത്രീകരിച്ചുകൂടെ? അതുമല്ലെങ്കിൽ തങ്ങളുടേതിനേക്കാൾ ഉന്നതമായ ഒരു സംസ്കാരത്തെ നാളെയിൽ നിന്നും മറച്ചു പിടിക്കുന്നതിനായി തീർത്ത ചതിയായിരുന്നു ഈ രാക്ഷസ സങ്കല്പം. അതേപ്രകാരമെങ്കിലും ആയിക്കൊള്ളട്ടെ, ചോദ്യം ഇതാണ്: യുക്തിയുടെ ബോധമണ്ഡലത്തിൽ വിളക്കിയെടുത്ത പുത്തൻ ചിന്തകൾക്ക് മേൽ അല്പം മനുഷ്യത്വം കലർത്തി ആലോചിച്ച് നോക്കൂ. അവൻ ആരാണ്? രാവണൻ ഒരു ദ്രാവിഡൻ്റെ കഥ. ഈ പുസ്തകത്തിൻ്റെ നാമത്തിൽ തന്നെയുണ്ട് അതിൽ എന്താണെന്ന്. ദ്രാവിഡ വംശത്തിൻ്റെ കഥാകൃത്തിൻ്റെ ഭാഷയിൽ തമിഴ് കണ്ടത്തിൻ്റെ അധപതനവും രാവണനിലൂടെയുള്ള ഉയർത്തെഴുന്നേൽപ്പും ഇത് ഒരു ഇതിഹാസ ചരിത്ര പുസ്തകമാണ്. രാവണനുമായിട്ട് ഒട്ടകവിരുദ്ധമായിട്ടാണ് ഈ പുസ്തകത്തിന്റെ രചന പോകുന്നത്. ഏകദേശം ഒരേ സമയം 2 പുസ്തകങ്ങളും എഴുതി മുന്നേറിയിട്ടുണ്ടാവണം. കാരണം അപ്പോഴാണ് ഇത് ഈ സമയം കൊണ്ട് തീർക്കാൻ പറ്റുക. ഇത് കഴിഞ്ഞ 2024 അവസാനവും ഇത് 2025 അവസാനവും ഇത് 2026 പ്രകാശനം ചെയ്യപ്പെട്ടു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. എനിക്ക് ഏറെ എന്താ പറയുക, ഒരു 4 വരി കവിതയൊക്കെ ഞാൻ ഇടയ്ക്ക് എഴുതുകയും അതിൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ ഈ തട്ടും പൊടിച്ച് നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ പിന്നെ ഇത്രയേറെ ഇതൊരു 351 പേജ് 305 പേജും ഇതിന് 251 പേജും എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഗതിയല്ല, അതൊരു വലിയ സംഗതിയാണ്. എൻ്റെ പ്രിയ അനിയനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചുകൊണ്ട് ഞാനിത് തുടങ്ങാം. ഇത് പേര് അധീന. നമുക്കറിയാം അധീനയെ കുറിച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗ്രീക്ക് പുരാണത്തിലെ ദേവിയെ കുറിച്ചിട്ടാണ് ഈ കഥ വരുന്നത്. പക്ഷെ ഗ്രീക്ക് പുരാണത്തിലെ ദേവിയായിട്ട് നമ്മുടെ നാട്ടിലെ ഈ കഥയിലും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊരു പ്രതിപാദിക്കൽ പല സ്ഥലത്തും ഉണ്ട്. പക്ഷെ ദേവിയെ കുറിച്ച് പ്രതിപാദിക്കൽ എനിക്ക് തോന്നുന്നു ഒരു കുടുംബ സദസ്സിൽ അച്ഛൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ ദേവിയെ പ്രതിപാദിക്കൽ. ബാക്കിയെല്ലാം തന്നെ അല്ലാതെയുള്ള ഒരു 3-4 സുഹൃത്തുക്കളുടെ കൂടപ്പിറപ്പായി ദേവി കടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ ഒരു രസം. അഡ്വക്കേറ്റ് A. ഗോപി, S. മണികണ്ഠൻ, NK മുരളീധരൻ, G. വിജയകുമാർ, AK സുകുമാരപിള്ള തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു.